എല്ലാവരും എന്തെടുക്കാണ് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ബ്യൂട്ടിഫുൾ ഹെയറിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടോണിക്ക് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റിയിലൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ഞാനൊരു 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യുക എന്നുള്ള കണക്കിന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു കണക്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഒരു ടോണിക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പറയാം, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, ഞാനിവിടെ ആദ്യം കാണിക്കാൻ പോകുന്നത് സവോളയുടെ തൊലി. അത് ഞാൻ കറിക്ക് അരിയാൻ വേണ്ടിയിട്ട് സവോളയുടെ തൊലി എടുത്തതാണ്. പിന്നെ കറിവേപ്പില, ചുവന്ന ചെമ്പരത്തിപ്പൂവ്, ഉലുവ, റോസ്മേരി. ഇതിൽ റോസ്മേരി മാത്രമാണ് ഒരു എക്സ്ട്രാ എന്ന് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണ്. ഇനി ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് ഇളം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇളം ചൂടായിരിക്കുന്നതിൽ ഞാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം അതിനകത്തേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ സവോളത്തൊലിയും ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ കളറ് മാറുന്നത് തന്നെ നമുക്ക് അന്നേരം തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളൊക്കെ ഇട്ടു. പിന്നെ കറിവേപ്പില ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല, എല്ലാ സാധനങ്ങളും ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കണം. നല്ലപോലെ തിളയ്ക്കുന്നതോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ കുറച്ച് എമൗണ്ടല്ലേ ഉള്ളൂ ഈ വെള്ളം, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് തുടങ്ങും. അപ്പോൾ എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണുന്നുണ്ടോ? ചെറിയൊരു റെഡ് കളർ, ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ഇപ്പോൾ വന്നേക്കുന്നത് കണ്ടോ. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല കളർ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, ചെമ്പരത്തിയുടെ ഇതളിൻ്റെ കളറൊക്കെ പോയിട്ടൊരു യെല്ലോ ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കളർ മുഴുവൻ നമ്മൾ ഈ തിളയ്ക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതിങ്ങനെ നല്ലപോലെ തിളയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഞാനിപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് എടുത്ത് കാണിക്കാം. കണ്ടോ, കളർ ചേഞ്ച് വന്നേക്കുന്നത് കണ്ടോ. ഇനി കുറേ നേരം ഇങ്ങനെ കിടന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഈ ഉലുവയൊക്കെ ഒന്ന് വീർത്ത് വരും. നമ്മൾ അത്രയും നേരമാണ് ഞാനിത് തിളപ്പിക്കാറുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഓരോ ആൾക്കാരുടെയും ഹെയർ ടൈപ്പിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും കേട്ടോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് ഈ ഒരു ടോണിക്ക്, എനിക്ക് ഭയങ്കര ഹെയർ ഉള്ള ഒരാളല്ല, പക്ഷേ എനിക്കിത് ഡെലിവറി ടൈമിൽ ഒത്തിരി മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല യൂസ്ഫുള്ളായിരുന്നു ഈ ഒരു ടോണിക്ക്. അപ്പോൾ ഞാനൊന്ന് തണുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കാണിക്കുകയാണ്. ഇത്രയും കളറ് വരുന്നുണ്ട് അതിന്, കണ്ടോ. ഇനി ഞാൻ ചെറിയൊരു ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ട് ഞാൻ എൻ്റെ മുടിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അതായത് ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. മുടിയൊക്കെ ഒന്ന് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കും. മുടി ഉണങ്ങുന്നതിനനുസരിച്ച് അത് ഉണങ്ങിക്കോളുമല്ലോ. പിന്നെ നമ്മുടെ ഒരു ശരീരത്തിനനുസരിച്ച് ചെയ്യാവുള്ളൂ. ഇപ്പോൾ പെട്ടെന്ന് ജലദോഷം വരുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ ബാക്കി വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതങ്ങനെ വേസ്റ്റ് ആക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനതിന് ചെയ്യുന്നത്, അത് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം വെച്ച്, അതിൻ്റെ കുറച്ച് വെള്ളവും ബാക്കിയുണ്ട്, അത് വെച്ചിട്ട് ഞാനൊരു ഹെയർ മാസ്കും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹെയർ മാസ്കും നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്